ദിവസങ്ങൾ കഴിഞ്ഞാണ് വരുന്നത്. സോറി ഞാൻ പോണ വീഡിയോ പറഞ്ഞ ഇപ്പൊ ശരിയായി തരാം. സോറി കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി. ചിൽ. സോ നമ്മൾ ഈ വീഡിയോയിൽ എന്താ നോക്കാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിൻ്റെ ബെല്ലയും ക്ഷീരവും അവര് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, അവർ മരിച്ചുപോയി. സോ ബെല്ല വന്ന് എന്തുവായെന്ന് വെച്ചാൽ ബെല്ലയുടെ സ്നേക്ക് ബൈറ്റായി. ആ ഒരു റസൽ വൈപ്പർ എന്ന് പറഞ്ഞൊരു സ്നേക്ക് കടിച്ചിട്ട് ബെല്ലയ്ക്ക് പോയ്സൺ ആയി. അത് എന്നിട്ട് കയ്യിലായിരുന്നു കടിച്ചിരുന്നത്. സോ അപ്പോൾ അത് നമ്മുടെ അടുത്ത് ഓടി വന്നു വീട്ടിൻ്റെ അകത്ത്. സോ നമുക്ക് ആ ഒരു പെട്ടെന്നൊരു സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്ത് ചെയ്യണം നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അപ്പോൾ ചെയ്യാനുള്ളായിരുന്നു എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് അതിന് കൈ കെട്ടിയായിരുന്നെങ്കിൽ ഇനിയും ഐ തിങ്ക് എഫക്റ്റീവായിട്ട് ചിലപ്പം ബെല്ല നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നേനെ എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് അത് ഞാൻ ആലോചിച്ചില്ല. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയാൽ ഫസ്റ്റ് പ്ലീസ് എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് കടിച്ച ഇടം ഇത് ചെയ്യും. അപ്പോൾ കുറച്ച് നിങ്ങളുടെ പെറ്റ്സ് ഉണ്ടെങ്കിൽ ചാൻസ് ഓഫ് സർവൈവൽ കൂടും. പക്ഷെ അങ്ങനെയൊന്നും ആയിക്കൂട. ഓക്കെ, സോ ഇതായിരുന്നു പ്രശ്നം. ബെല്ല 3 ദിവസം സർവൈവ് ചെയ്തു. പിന്നെ പറ്റിയില്ല. ബിക്കോസ് നമ്മൾ തുണി കെട്ടാത്തതുകൊണ്ട് അതിൻ്റെ പോയ്സൺ വന്ന് ബ്രെയിനിൽ സ്പ്രെഡായിട്ട് എൻ്റെ കിഡ്നി ലിവറൊക്കെ അടിച്ചു പോയി. പിന്നെ അപ്പോൾ സർവൈവ് ചെയ്യാൻ നോ ചാൻസ്, അതുകൊണ്ടാണ് മരിച്ചത്. എന്നിട്ട് സെക്കൻഡ് നമ്മൾ ക്ഷീര എന്തായെന്ന് വെച്ചാൽ കാരണം ഫുഡ് പോയ്സണിങ് ആണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ എപ്പോഴും ഒരു മീലൊക്കെ ക്ഷീര സ്കിപ്പ് ചെയ്യും. ചിലപ്പോൾ അതിന് ഒരു വിശപ്പോ ഇങ്ങനെ മൂടോ ഇല്ലെങ്കിൽ അത് കഴിക്കത്തില്ല. അപ്പോൾ ഒരു മീൽ സ്കിപ്പ് ചെയ്യണം, നമ്മളൊന്നും ഇത് ചെയ്യത്തില്ല, വലിയ കാര്യമല്ല. സോ നമ്മൾ നോക്കി 2-3 മീൽ ഒരു ദിവസം ഒന്നും കഴിക്കാതിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ ഡ്രിപ്സ് ഇട്ടു. ബിക്കോസ് അവർ പറഞ്ഞു ഇപ്പോൾ എനർജി ഇല്ല, അതുകൊണ്ട് എനർജി ചെയ്യാൻ ഡ്രിപ്സ് ഇട്ട് അങ്ങനെ 4-5 ദിവസം അവർ നമ്മൾ മോർണിംഗ് നൈറ്റ് അങ്ങനെ 4-5 ദിവസം കണ്ടിന്യൂസാണ് കൊണ്ടുപോകുമായിരുന്നു. എന്നിട്ട് അവർ ഒരു ദിവസം ഒന്നൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഒരു ദിവസം പറഞ്ഞു അവർ റാബീസാണ്. എന്നിട്ട് ടെസ്റ്റ് എടുത്തപ്പോൾ നോക്കി റാബീസ് ഒന്നുമല്ല. ബിക്കോസ് എല്ലാം വാക്സിനേഷൻ എടുത്ത ഡോഗിന് റാബീസ് വരാൻ ചാൻസേ ഇല്ല. എന്നിട്ട് അവർ റിപ്പോർട്ട്സും എടുത്തു, എന്നിട്ടും അത് റാബീസ് അല്ല. അടുത്ത ദിവസം അവർ പറയുന്നു വേറെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഇവരെ ട്രസ്റ്റ് ചെയ്ത് പോയി. ബിക്കോസ് ഒരു ദിവസം ക്ഷീരയുടെ കണ്ടീഷൻ താഴ്ന്നുകൊണ്ട് വരുമായിരുന്നു. അപ്പം നമ്മൾ അറ്റ്ലാസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിൽ എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഇത് ഫുഡ് പോയ്സണിങ് ആയിരുന്നു കാരണം. എന്നിട്ട് ഇത് കുറച്ചുകൂടെ മുന്നേ കൊണ്ടുവന്നെങ്കിൽ ചികിത്സിക്കായിരുന്നു അപ്പോൾ അവർ മൊത്തം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് അടുത്ത ദിവസം നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്ത ദിവസം നമ്മൾ കൊണ്ടുവരാൻ റെഡിയാക്കിയാൽ എല്ലാവരും പോകാതിരിക്കാത്ത ക്ഷീണം മരിച്ചു. സോ ഇതൊക്കെയാണ് ഗൈസ് ഇത്രയും കുറവ് സമയത്ത് എൻ്റെ ലൈഫിൽ വന്ന ചേഞ്ചസ് ഒക്കെ. പക്ഷെ ചേഞ്ചസ് ഒക്കെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രമല്ല കേട്ടോ, പോസിറ്റീവ് ആയിട്ടുണ്ട്. പോസിറ്റീവ് എന്തൊക്കെയാണെന്ന് പറയട്ടെ. സർപ്രൈസ്, എനിക്ക് സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് പതിക്കെ വേറെ വീഡിയോസിൽ വരും. ഈ സർപ്രൈസസ് എന്താ നല്ലൊരു വീഡിയോസ് വരും. സോ നിങ്ങളെല്ലാവരും ഐ ഹോപ്പ് യു ഓൾ ആർ ഗുഡ്.